ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം ഗർഭിണിയും മുലയൂട്ടുന്ന ഉമ്മയും ഭയത്താൽ നോമ്പെടുത്തില്ലെങ്കിൽ ഖളാ വീട്ടേണ്ടതില്ല. ദരിദ്രന് ഭക്ഷണം നൽകിയാൽ മതി. ഇത് മഹാന്മാരായ പണ്ഡിതന്മാരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അഭിപ്രായമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഗർഭിണിയും മുലയൂട്ടുന്ന ഉമ്മയും നോമ്പെടുത്തിട്ടില്ലെങ്കിൽ ഖളാ വീട്ടണോ വേണ്ടേ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അത് സൂറത്തുൽ ബഖറയിലെ 184 വചനത്തിൻ്റെ മുകളിലാണ് രണ്ട് അഭിപ്രായങ്ങളും വരുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ആ വചനം ഇങ്ങനെയാണ്: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ യാത്രയിലോ ആയിരുന്നാൽ അപ്പോൾ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്ര എണ്ണം പൂർത്തിയാക്കണം. അഥവാ രോഗിയോ യാത്രയോ ചെയ്യുന്നവർ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അവർ ആ നോമ്പ് ഖളാ വീട്ടണം. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ മേലെ രോഗി എന്നതിനെ അതുമായി ബന്ധപ്പെട്ട് അത് ഗർഭിണിയും മുലയൂട്ടുന്ന ഉമ്മമാരെയും അതിൽപ്പെടുത്തി. അതുകൊണ്ട് അവർക്കും ഈ വിധി ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടാണ് അവർ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ ഖളാ വീട്ടണം എന്ന അഭിപ്രായം പറഞ്ഞത്. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നു: വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. നോമ്പ് നോക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു മിസ്കീന്, പാവപ്പെട്ട ദരിദ്രന് ഭക്ഷണം ഫിദിയ നൽകിയാൽ മതി. ബാറക്കല്ലാഹു ഫീക്കും. ഈ ഭാഗത്ത് വെച്ചിട്ടാണ് പണ്ഡിതന്മാർ, അതിൽ മഹാന്മാരായ സഹാബാക്കൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അതേപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായമാണ്. ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അതായത് വാർദ്ധക്യത്തിലുള്ളവർ, അവർക്ക് ബുദ്ധിമുട്ടാണല്ലോ നോമ്പെടുക്കാൻ, അവരിലാണ് ഈ ഗർഭിണിയും മുലയൂട്ടുന്ന ഉമ്മയും പെടാമെന്ന് പറഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പേർക്കും പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട്. രണ്ട് അഭിപ്രായത്തിനും അപ്പോൾ ഇത് പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷേ ഗർഭിണിയും മുലയൂട്ടുന്ന ഉമ്മയും അവർ രോഗികളല്ലല്ലോ. ഒരിക്കലും അവർ രോഗികളല്ല. ഗർഭിണിയും മുലയൂട്ടുന്ന നമുക്ക് രോഗം വരാം, പക്ഷേ അടിസ്ഥാനപരമായിട്ട് സ്വമേധയാ എന്താണ്, അവർ രോഗികളല്ല. ബാറക്കല്ലാഹു ഫീക്കും. അതേ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇബ്നു ഉമർ റളിയല്ലാഹു അഭിപ്രായം, അതേപോലെ ആധികാരിക പണ്ഡിതനായ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയുടെ അഭിപ്രായം, അവരൊക്കെ പറയുന്നത് ഗർഭിണിയും മുലയൂട്ടുന്ന ഉമ്മയും അവർ നോമ്പെടുത്ത് എന്താ സംഭവിക്കുക, ആ ഉമ്മക്കും കുട്ടിക്കും ബുദ്ധിമുട്ട് വരെ ചെയ്യുക, പ്രയാസം വരെ ചെയ്യുക. അതുകൊണ്ട് എന്താണ്, ഈ സൂറത്തുൽ ബഖറയിലെ 154 വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, ആ ഭാഗത്തിലാണ് പെടാ എന്ന് പറഞ്ഞു. അതായത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണിവർ. അതുകൊണ്ട് നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല, ഫിദിയ കൊടുത്താൽ മതി. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ മറ്റ് വിഷയം, ഈ വിഷയം അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൽ ബഖറയിലെ ഈ 154 വചനത്തിൻ്റെ വ്യാഖ്യാനിച്ചതാണ് അത്. അവർ രണ്ടുപേരും പറഞ്ഞു റളിയല്ലാഹു അൻഹുമാ, വൃദ്ധനായ പുരുഷനും സ്ത്രീയും കൂടാതെ ഗർഭിണിയെയും മുലയൂട്ടുന്ന ഉമ്മയെ സംബന്ധിച്ച് അവർ നോമ്പ് നോക്കാൻ ഭയമുണ്ടെങ്കിൽ അപ്പോൾ അത് ഒരു നിബന്ധനയാണ്. ഭയമുണ്ടാകണം. കുട്ടിക്കോ ഉമ്മക്കോ ബുദ്ധിമുട്ട് വരാം, പ്രയാസം വരാം. അപ്പോൾ നോമ്പ് നോക്കാൻ ഭയമുണ്ടെങ്കിൽ അവർക്ക് നോമ്പ്
നോക്കേണ്ടതില്ല, അത് കള വീട്ടേണ്ടതുമില്ല. പകരം ഓരോ നോമ്പും നഷ്ടപ്പെട്ടതിന് ഒരു ദരിദ്രന് ആഹാരം കൊടുത്താൽ മതി. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത് ഇബ്നു ജുറൂദ് മുൻതക്കിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സഹിഹായ വിവരണ പരമ്പരയിലുണ്ട്. കൂടാതെ ദാറുഖുത്നി ഈ വിവരണങ്ങളെല്ലാം പരാമർശിച്ച് അവയ്ക്കെല്ലാം സഹിഹായ വിവരണ പരമ്പരയുമുണ്ട്. ഇബ്നു ഉമർ ഇബ്നു അബ്ബാസും റളിയല്ലാഹു അൻഹുമ തെളിവായി ഉപയോഗിച്ചത് തിർമിദിയിൽ നിന്ന് ഇബ്നു അബി ദാവൂദ് റിപ്പോർട്ട് ചെയ്തതിനെയാണ്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടുത്ത വചനത്തിൽ 185 അൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്, പിന്നെ യാത്രക്കാരും രോഗികളെയും കുറിച്ച് പറഞ്ഞപ്പം എന്താണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ യാത്രക്കാർക്ക് ഖളാ വീട്ടാൻ പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല. അതേപോലെ രോഗികൾക്കും അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഖളാ വീട്ടാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഗർഭിണികൾ, ഒരു ഉമ്മ, ചില സ്ത്രീകൾ, ചിലപ്പോൾ നിരവധി സ്ത്രീകൾ തന്നെ 5-6 പ്രസവങ്ങൾ അടുപ്പിച്ചിട്ടായിരിക്കും. അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ മുലയൂട്ടലും അടുപ്പിച്ച് വരും 5-6 വർഷങ്ങൾ. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവൂലേ? കാരണം എത്ര നോമ്പ് ഖളാ വീട്ടാനുണ്ടാവും. അതിന് പുറമെ ഇപ്പോൾ അവസാനത്തെ പ്രസവത്തിന് പുറമെ വീണ്ടും റമദാൻ വരുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും. ബാറക്കല്ലാഹു ഫീക്കും. കാരണം ഈ 5-6 വർഷം അടുപ്പിച്ച് പ്രസവിക്കുന്ന മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് മാത്രം ഈ ഒരു ബുദ്ധിമുട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഈ ആയത്തിനെതിരാവില്ലേ? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, അള്ളാഹു നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല, അതേപോലെ തഫ്സീറിൻ്റെ ഇമാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം, ഖുർആൻ്റെ ആയത്തിൽ എന്താണ്, ആ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് എന്താണ്, നോമ്പ് ഖളാ വീട്ടണ്ട, അവർ ഓരോ നോമ്പ് നഷ്ടപ്പെട്ടതിന് പാവപ്പെട്ടവർക്ക് ഫിദിയ കൊടുത്താൽ മതി എന്ന അഭിപ്രായം എടുക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം ഇതും ഒരു ഇജ്തിഹാദാണ്, ഒരു ഗവേഷണമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി 1-2 പ്രസവം കഴിഞ്ഞൊരു സ്ത്രീ, അവർക്ക് എന്താണ്, നോമ്പ് ഖളാ വീട്ടാൻ ബുദ്ധിമുട്ടില്ല, അവർക്ക് ഖളാ വീട്ടാൻ സാധിക്കുമെങ്കിൽ അവർക്ക് പിന്നെ മറ്റേ അഭിപ്രായം എടുക്കാം. ആധുനിക പണ്ഡിതന്മാരായ ഷെയ്ഖ് ഫൗസാൻ, ഷെയ്ഖ് ബിൻ ബാസ് അവരൊക്കെ പറയുന്നത് ഖളാ വീട്ടണം എന്നാണ്. അപ്പോൾ അവർക്ക് എന്താക്കാം? ബാറക്കല്ലാഹു ഫീക്കും. കഴിവുള്ളവർക്ക് എന്താക്കാം? ഖളാ വീട്ടാം. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷേ അതേ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, കുറേ പ്രസവങ്ങൾ അടുപ്പിച്ച് വരുമ്പം, മുലയൂട്ടലും അടുപ്പിച്ച് വരുമ്പം ബാറക്കല്ലാഹു ഫീക്കും എന്ത് സംഭവിക്കും? അവർക്ക് ഖളാ വീട്ടാൻ അപ്രായോഗികമാകും. അവർക്ക് കഴിയൂല അത് ഖളാ വീട്ടാൻ, ബുദ്ധിമുട്ടാണ്. അവർക്കെന്ത് ചെയ്യാം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായപ്രകാരം ഖളാ വീട്ടാതെ എന്ത് ചെയ്യാം? അവർക്ക് ബാറക്കല്ലാഹു ഫീക്കും ഓരോ നോമ്പ് നഷ്ടപ്പെട്ടതിനും ഫിദിയ കൊടുത്താൽ മതി. ഖളാ വീട്ടാൻ സാധിക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് അവർക്ക് ഖളാ വീട്ടുകയും ചെയ്യാം. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.